ഇങ്ങനെ? കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? എത്ര മനോഹരമായ സ്വപ്നമായിരുന്നു. ഞാൻ പാട്ടും പാടി ഡാൻസ് കളിക്കുമായിരുന്നു. 10 വയസ്സുള്ള കുട്ടിയാണെന്നാ വിചാരം. വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയാക്ക്. ഇന്ന് നിന്നെ പെണ്ണാണാൻ വരുന്നുണ്ട്. തുടങ്ങിയല്ലേ? ആരോട് ചോദിച്ചിട്ടാ വരാൻ പറഞ്ഞേ? ആരോട് ചോദിക്കണ്ടേ? എന്നോട് ചോദിക്കണം. എനിക്കിപ്പോ മാരേജ് വേണ്ടെന്നല്ലേ പറഞ്ഞേ? കുറച്ചു ദിവസം കഴിയട്ടെ. നീ കാരണം ഞാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ. ആണുങ്ങളില്ലാത്ത വീടാണ്. നീ ഒന്ന് മനസ്സിലാക്ക്. ഓ, ഇത് തന്നെ എത്ര പ്രാവശ്യമാ പറയണേ? ഒന്ന് ഡയലോഗ് മാറ്റിക്കൂടെ? ബോറായി. ദേ കേട്ടോ, ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. നീ വേഗം റെഡിയാക്ക്. പറഞ്ഞത് കേട്ടോ? ശരി ശരി, അമ്മ പോ, ഞാൻ വരാം. രാവിലെ തന്നെ ഇതൊക്കെ. പെണ്ണിനോട് വരാൻ പറയുന്നു. ചേച്ചി, പെണ്ണിനെ വിളിക്കേ. ഇപ്പൊ വിളിക്കാം. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തായിരുന്നു. കാപ്പി എല്ലാവർക്കും കൊടുക്കും മോളെ. എടുക്ക് എടുക്ക്. പെണ്ണ് സുന്ദരിയാണല്ലേ? ചൂടാ. അപ്പൊ എന്താ, ഇഷ്ടായോ? ക്ലാസ് കുറച്ചുകൂടി വലുതായിരുന്നു. വളരെ നന്നായേനെ. അതെ ചേട്ടാ, വലിയൊരു പാത്രത്തിൽ തരികയാണെങ്കിലേ വീട്ടിൽ പോയി ചൂടാക്കി കുടിക്കാലോ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ കാപ്പിയെ പറ്റിയാണോ പറയുന്നത്? എനിക്ക് ശരിക്കും ഇഷ്ടമായി. പെട്ടെന്ന് ഫസ്റ്റ് നൈറ്റ് ഉള്ള ഇങ്ങനെ പറയുന്നവന്മാരൊക്കെ മിക്കവാറും ഫസ്റ്റ് നൈറ്റിൽ ഉറങ്ങാറാ പതിവ്. അവന്റെ മോന്ത കണ്ടില്ലേ? എന്താ മോളെ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനിക്ക് അദ്ദേഹത്തോട് തനിച്ച് സംസാരിക്കണം. എന്താടോ സംസാരിക്കണോ? നിനക്ക് ഇഷ്ടപ്പെട്ടെന്നല്ല പറഞ്ഞേ, പിന്നെ നീ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? നോ പ്രോബ്ലം ആന്റി. നിങ്ങളുടെ മോൾ എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ അത് തടയുന്നേ? എന്നെ കാണുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നാറുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഓ യെസ്, അതുകൊണ്ടല്ലേ നിങ്ങളുടെ പുറകെ ഞാൻ ഓടി വന്നേ. നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ? ഓ ചോദിച്ചോന്നേ. നയഗ്ര ഫാൾസ് അറിയോ? യാ. അതില് നിങ്ങൾ മുങ്ങി എനിക്കൊരു മുത്തെടുത്ത് തരുവോ? നയാഗ്രയിലോ? അതിനകത്ത് എവിടുന്നാ മുത്ത്? ഞാനിതിനു മുമ്പേ പ്രേമിച്ച പയ്യന്മാര് എനിക്ക് എടുത്തു തന്നിട്ടുണ്ടല്ലോ. പ്രേമിച്ച പയ്യന്മാരോ? അതേന്നെ. അത് നിങ്ങൾ ആരെ വേണേലും പ്രേമിച്ചോ, പക്ഷെ എന്നെ മാത്രമേ കെട്ടാൻ പാടുള്ളൂ. ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രം പറയല്ലേ, വല്ലാത്ത നാണക്കേടാവും. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടായി. പ്രോബ്ലം എന്താണെന്ന് വെച്ചാ എന്റെ ലവേഴ്സ് എല്ലാവരും വലിയ ഗുണ്ടകളാ. ഗുണ്ടകളോ? ഞാനൊരു വലിയ ഗുണ്ട തന്നെയാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. അങ്ങനെയാണോ? വളരെ സന്തോഷമുണ്ട്. നിങ്ങക്ക് പഞ്ചാബ് പക്രി അറിയോ? പഞ്ചാബ് പക്രിയോ? അതേന്നെ. പഞ്ചാബിൽ അദ്ദേഹം 12 കൊലപാതകം ചെയ്തിട്ടുണ്ട്. അവർക്കും എനിക്കും 3 വർഷമായി. ഒരിത്. എന്തോന്ന് 3 വർഷമോ? പിന്നെ ഈ പാൻപരാഗ് രവി ഇല്ലേ? അതെ. അദ്ദേഹത്തിനോടും ഒരു 3 മാസം. പിന്നെ കത്തികുത്ത് കണ്ണൻ, നായ് ശേഖർ, എല്ലാവരെയും നിങ്ങൾ കൈകാര്യം ചെയ്യണം. അതൊക്കെ നിങ്ങൾ പുഷ്പം പോലെ ചെയ്യും. നിങ്ങൾ അവരെക്കാളും വലിയ ഗുണ്ടയല്ലേ? നീ എന്താ കളിക്കാണോ? ഇവരെയൊക്കെ ഒതുക്കിയാൽ എനിക്ക് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കല്യാണം തന്നെ വേണ്ട. ഒന്ന് പോയേ. അയ്യോ നിക്ക്, എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമായി. ഇഷ്ടമായിന്നോ? എനിക്കുള്ള പുതിയ വണ്ടി വെച്ചിട്ട് പെണ്ണ് കാണാൻ വിളിക്കുന്നു. അച്ഛാ, എനിക്കിത് ഇഷ്ടമായില്ല. എനിക്കിഷ്ടമായടാ. ഇതാ നോക്ക്, 4ാമത്തെ ക്ലാസ്സാ. അയ്യോ, താൻ ആ കാപ്പി ഇനിയും കുടിച്ചു കഴിഞ്ഞില്ലേ? പെണ്ണിന്റെ കാര്യം പറഞ്ഞേ. എത്ര വീട്ടിലെങ്ങനെ കയറി ഇറങ്ങുന്നേ? വാ, എല്ലായിടത്തോണ്ട് വാ. ഇങ്ങനെയാണോ പിള്ളേരെയൊക്കെ വളർത്തുന്നത്? ഫസ്റ്റ് നൈറ്റിന് എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞ് പോവാണോ? ഒരു കമ്മീഷൻ മിസ്സായല്ലോ. ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ 5-6 ഗ്ലാസ് കുടിക്കാമായിരുന്നു. സാറേ, ഒരു മിനിറ്റേ. ഇന്നാ നിങ്ങൾ ചോദിച്ച കോഫി ചൂടാക്കി കുടിച്ചോളണേ. ഇതിന്ന് കുറച്ച് നമ്മുടെ കല്യാണ ചെക്കനും കൊടുക്കണേ. അതെ, ഇങ്ങതാ. ഇന്നാ പിടിക്ക്. കുറച്ചെങ്കിലും വിവരമുണ്ടാ? വാ. അതും പോയി. നീ മനസ്സിൽ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? അതെന്താന്ന് വെച്ചാ സുജാത്തെ ഒന്ന് വിളിച്ചാ കൊള്ളാന്ന് ആലോചിക്കുന്നു. എന്താടി, അഹങ്കാരാണോ? വരുന്ന ചെറുക്കന്മാരൊക്കെ നീ ഓരോന്ന് പറഞ്ഞു ഓടിക്കല്ലേ? ഇത് 27ാമത്തെ തവണയാണ്. കൗണ്ടിങ് കറക്റ്റ് അല്ലേ അമ്മേ? നിന്റെ ഭാവം എന്താ പറ? കുറച്ച് ദിവസങ്ങൾക്ക് എനിക്ക് കല്യാണം വേണ്ട. ഓക്കെ? കൊച്ചിനെ അടിക്കുന്ന ഇങ്ങനെ നിനക്ക് ബുദ്ധിയില്ലടാ. നിങ്ങൾ ഡെയിലി ഓരോന്ന് ചെയ്ത് ബുദ്ധിമുട്ടിക്കുക. അവളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ നല്ലോണം എലയിട്ട് സൽക്കരിക്കുന്നു. അവളുടെ കൈയിട്ട് പൊങ്ങത്തില്ല.
വിടച്ചാ. എന്നെ വിടച്ചാ. ഏയ്, അതെ, എനിക്കിനി ഇവിടെ സഹിച്ച് ജീവിക്കാൻ പറ്റില്ല. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടിട്ട് വാ. ഇനി ഈ വീട്ടിൽ ആരും വേണ്ട. ഇവരിവിടെ ഉണ്ടാവാൻ പാടില്ലെന്ന് പറയാൻ നീ ആരടി? ആദ്യം നീ അവിടുന്ന് പോകേണ്ടത്. എന്നെ വിട്. നിന്നെ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. അമ്മേ വിട്ടേക്കച്ച